ഹലോ, നമ്മളിന്ന് ഒരു 50 MCQ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിൽ. ഓക്കെ, സോ ഫസ്റ്റ് വൺ, EMF of a western cell is accurately measured by ഓപ്ഷൻസ് നോക്കൂ. ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട്മീറ്റർ, ഹോട്ട് വയർ വോൾട്ട്മീറ്റർ, ഐസോതെർമൽ വോൾട്ട്മീറ്റർ ആൻഡ് ഇലക്ട്രോഡൈനാമിക് വോൾട്ട്മീറ്റർ. സോ ഓപ്ഷൻ എ ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട്മീറ്റർ ആണ് ഒരു വെസ്റ്റേൺ സെല്ലിൽ അക്യുറേറ്റ് ആയിട്ട് EMF മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷേർഡ് ബൈ യൂസിങ് എ വെക്റ്റർ വോൾട്ട്മീറ്റർ. ഒരു വെക്റ്റർ വോൾട്ട്മീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നത്? ആംപ്ലിഫയർ ഗെയിൻ ആൻഡ് ഫേസ് ഷിഫ്റ്റ്, ഫില്ലർ ട്രാൻസ്ഫർ ഫംഗ്ഷൻസ്, കോംപ്ലക്സ് ഇൻസേർഷൻ ലോസ്, ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ നമ്മൾ ഈ മുകളിൽ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നമുക്ക് ഈ ഒരു വെക്റ്റർ വോൾട്ട്മീറ്റർ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെയാണ്? ആംപ്ലിഫയർ ഗെയിൻ ആൻഡ് ഫേസ് ഷിഫ്റ്റ്, ഫില്ലർ ട്രാൻസ്ഫർ ഫംഗ്ഷൻസ്, കോംപ്ലക്സ് ഇൻസേർഷൻ ലോസ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൾട്ടർനേറ്റിംഗ് കറന്റ് ഈസ് മെഷേർഡ് ബൈ ഓപ്ഷൻസ് നോക്കൂ. ഇൻഡക്ഷൻ അമ്മീറ്റർ, പെർമനന്റ് മാഗ്നറ്റ് ടൈപ്പ് അമ്മീറ്റർ, ഇലക്ട്രോസ്റ്റാറ്റിക് അമ്മീറ്റർ, മൂവിംഗ് അയൺ റിപ്പൽഷൻ ടൈപ്പ് വോൾട്ടേജ് മീറ്റർ. അപ്പോൾ കറന്റ് മെഷർ ചെയ്യുന്നത് അമ്മീറ്റർ ആണെന്ന് നമുക്കറിയാം. സോ ഏതാണ് ആൾട്ടർനേറ്റിംഗ് കറന്റ്? AC കറന്റ് മെഷർ ചെയ്യുന്നത് ഏതാണെന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ അമ്മീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ ഡാഷ് ഈസ് യൂസ്ഡ് ടു മെഷർ ഫ്രീക്വൻസി ഇൻ എ വേവ് ഗൈഡ്. ഒരു വേവ് ഗൈഡിലുള്ള ഫ്രീക്വൻസി മെഷർ ചെയ്യുന്നത് ഗലിയോമീറ്റർ, ക്ലിസ്ട്രോൺ, ബോളോമീറ്റർ, ക്യാവിറ്റി റെസൊനേറ്റർ. ദ ഓപ്ഷൻ എ ഗലിയോമീറ്റർ. ഗലിയോമീറ്റർ ആണ് നമ്മൾ വേവ് ഗൈഡിലുള്ള ഫ്രീക്വൻസി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ഈസ് യൂസ്ഡ് ടു മെഷർ പ്രഷർ ഡയറക്ട്ലി. ഡയറക്റ്റ് ആയിട്ട് പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? അനിമോമീറ്റർ, വെഞ്ചുറിമീറ്റർ, ഒറിഫൈസ്, റോട്ടൈമീറ്റർ. ഇതിൽ ഓപ്ഷൻ എ അനിമോമീറ്റർ ആണ് നമ്മൾ പ്രഷർ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ഫ്രീക്വൻസി മീറ്റർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് റേഡിയോ ഫ്രീക്വൻസി. റേഡിയോ ഫ്രീക്വൻസി മെഷർമെന്റിന് വേണ്ടിയിട്ട് ഏത് തരം ഫ്രീക്വൻസി മീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്? ഹെറ്ററോഡൈൻ, വെസ്റ്റേൺ, ഇലക്ട്രിക്കൽ റെസൊണൻസ്, എനി ഓഫ് ദി എബോവ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെറ്ററോഡൈൻ ഫ്രീക്വൻസി മീറ്റർ ആണ് ഒരു റേഡിയോ ഫ്രീക്വൻസി മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ദ കൺട്രോളിംഗ് ആൻഡ് റീസ്റ്റോറിംഗ് ടോർക്ക് ക്യാൻ ബി ഒബ്ടൈൻഡ് ബൈ യൂസിംഗ് സ്പ്രിംഗ്, ഗ്രാവിറ്റി, എയ്തർ ബൈ സ്പ്രിംഗ് ഓർ ബൈ ഗ്രാവിറ്റി, നെയ്തർ ബൈ സ്പ്രിംഗ് ഓർ നോർ ബൈ ഗ്രാവിറ്റി. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എയ്തർ ബൈ സ്പ്രിംഗ് ഓർ ബൈ ഗ്രാവിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൺട്രോളിംഗ് ആൻഡ് റീസ്റ്റോറിംഗ് ടോർക്ക് ഒബ്ടൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹൗസ് ഹോൾഡ് എനർജി മീറ്റർ ഈസ് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, എ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെന്റ്, ആൻ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്, നൺ ഓഫ് ദി അബോവ്. സോ ഓപ്ഷൻ സി ആൻ ഇന്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ ഹൗസ് ഹോൾഡ് എനർജി മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, the meter constant of a single phase energy meter is expressed in terms of revolutions per kilowatt hour, kilowatt per kilowatt hour, amps per kilowatt, volts per kilowatt hour. So option A revolutions per kilowatt hour ആണ് നമ്മൾ മീറ്റർ കോൺസ്റ്റന്റിൽ ഒരു സിംഗിൾ ഫേസ് എനർജി മീറ്ററിന്റെ മീറ്റർ കോൺസ്റ്റന്റിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മെഗർ is a dash, source of EMF, source to measure high resistance, type of a null detector, current carrier. So the option B, source to measure high resistance. High resistance measure ചെയ്യുന്നതിനുള്ള ഒരു സോഴ്സ് ആയിട്ടാണ് നമ്മൾ മെഗറിനെ യൂസ് ചെയ്യുന്നത്. So the megger works on the principle of dash. ഏത് പ്രിൻസിപ്പിൾ ആണ് മെഗർ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് മെഗർ എന്നുള്ള ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ റോൾ ഓഫ് ദ പെർമനന്റ് മാഗ്നറ്റ് ഇൻ എ മെഗർ ഈസ് ടു dash, provide field, provide voltage, generate power, balance the circuit. അപ്പോൾ ഒരു മെഗറിൽ നമുക്കൊരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്. അതിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ദ ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പെർമനന്റ് മാഗ്നറ്റ് നമ്മൾ മെഗറിൽ യൂസ് ചെയ്യുന്നത്. മെഗർ ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ഡാഷ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടെസ്റ്റിംഗ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. ഇൻസുലേഷൻ ഹൈ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാനും നമുക്ക് മെഗറിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ സപ്ലൈ ടു ദ മെഗർ ഈസ് ഗിവൺ ബൈ ഡാഷ്. എങ്ങനെയാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്? AC മോട്ടോർ വഴിയാണോ, AC ജനറേറ്റർ ആണോ, പെർമനന്റ് മാഗ്നറ്റ് DC മോട്ടോർ ആണോ, DC ജനറേറ്റർ ആണോ?
ഓപ്ഷൻ സി പെർമനന്റ് മാഗ്നറ്റ് DC മോട്ടോർ വഴിയാണ് നമ്മൾ മെഗറിലേക്കുള്ള സപ്ലൈ കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എ വീറ്റ്സോൺ ബ്രിഡ്ജ് ഹാസ് ഡാഷ്. അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്നാണ് ചോദിക്കുന്നത്. ഹൈ സെൻസിറ്റിവിറ്റി, ലോ സെൻസിറ്റിവിറ്റി, സെൻസിറ്റിവിറ്റി ഈസ് 0, സെൻസിറ്റിവിറ്റി ഹാസ് എ ഫൈനൈറ്റ് വാല്യൂ. സോ നമ്മുടെ ഒരു വീറ്റ്സോൺ ബ്രിഡ്ജിന്റെ എന്താണ് ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഹൈ സെൻസിറ്റിവിറ്റി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് വീറ്റ്സോൺ ബ്രിഡ്ജ് ഈസ് എ ഡാഷ്. എന്താണ്? ഒരു AC ബ്രിഡ്ജ് ആണോ, ഹൈ വോൾട്ടേജ് ബ്രിഡ്ജ് ആണോ, പവർ ഡിസിപ്പേഷൻ ബ്രിഡ്ജ് ആണോ, DC ബ്രിഡ്ജ് ആണോ? സോ വീറ്റ്സോൺ ബ്രിഡ്ജ് ഈസ് എ DC ബ്രിഡ്ജ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. Question: Why DC resistance for different wires is measured using a Wheatstone bridge? Okay, ഒരു വീറ്റ്സോൺ ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് ഡിഫറെന്റ് വയേഴ്സിന്റെ DC റെസിസ്റ്റൻസിന് എന്തിനു വേണ്ടിയിട്ടാണ് മെഷർ ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കൂ. ടു മെയിൻറ്റെയിൻ എ സോഴ്സ് ഓഫ് കോൺസ്റ്റന്റ് EMF, ടു കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ചെക്ക് ദ ക്വാളിറ്റി ഓഫ് വയർ, ടു കാൽക്കുലേറ്റ് ദ പവർ ഡിസിപ്പേറ്റഡ്. സോ ദ ഓപ്ഷൻ സി, ചെക്ക് ദ ക്വാളിറ്റി ഓഫ് വയർ. അപ്പോൾ ഒരു വയറിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീറ്റ്സോൺ ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് ഡിഫറെന്റ് വയേഴ്സിന്റെ DC റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. So the next question, Maxwell inductance capacitance bridge can be used for. അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? The measurement of inductance ആണ് നമ്മുടെ ആൻസർ വരുന്നത്. Okay, so Maxwell inductance capacitance bridge is used for measurement of inductance. Option A. അടുത്ത ക്വസ്റ്റ്യൻ ആണ് what is the significance of capacitor in a Maxwell bridge? മാക്സ്വെൽ ബ്രിഡ്ജിൽ യൂസ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്ററിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഓപ്ഷൻസ്: they are used to block DC, they are used to block AC, they are cheap, they are expensive. The option C, they are very cheap ആണ്. ഓക്കെ, അപ്പോൾ ആ കപ്പാസിറ്റർ മാക്സ്വെൽ ബ്രിഡ്ജിൽ യൂസ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റേഴ്സ് ആർ വെരി ചീപ്പ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇൻ ആൻ ആൻഡേഴ്സൺ ബ്രിഡ്ജ് ദ അൺനോൺ ഇൻഡക്റ്റൻസ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് നോൺ. അപ്പോൾ നമുക്ക് ആൻഡേഴ്സൺ ബ്രിഡ്ജിലുള്ള അൺനോൺ ഇൻഡക്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമുക്ക് അറിയാവുന്ന വാല്യൂസിന്റെ ഏതൊക്കെയാണ്? റെസിസ്റ്റൻസിന്റെയും കപ്പാസിറ്റൻസിന്റെയും വാല്യൂ അറിയുന്നതാണ് അല്ലെ. ആ ഒരു വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ അൺനോൺ ഇൻഡക്റ്റൻസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദ ഓപ്ഷൻ ഡി, റെസിസ്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസിന്റെ നോൺ വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ അൺനോൺ ഇൻഡക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആൻഡേഴ്സൺ ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. എന്തിനു വേണ്ടിയിട്ടാണ് ആൻഡേഴ്സൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്? ടു മെഷർ ദി സെൽഫ് ഇൻഡക്റ്റൻസ്, മെഷർ ഓഫ് ദ റെസിസ്റ്റൻസ്, മെഷർ ഓഫ് കപ്പാസിറ്റൻസ്, ദ മെഷർമെന്റ് ഓഫ് ഇംപിഡൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ദ മെഷർമെന്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. എന്തിനു വേണ്ടിയിട്ടാണ്? സെൽഫ് ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ആൻഡേഴ്സൺ ബ്രിഡ്ജ് ഈസ് എ മോഡിഫൈഡ് ഫോം ഓഫ് ഡാഷ്. ഏതോ ഒരു ബ്രിഡ്ജിന്റെ മോഡിഫൈഡ് ഫോം ആണ് ആൻഡേഴ്സൺ ബ്രിഡ്ജ്. ഏതിന്റെയാണ്? ഓപ്ഷൻസ്: വീറ്റ്സോൺ ബ്രിഡ്ജ്, മാക്സ്വെൽ ബ്രിഡ്ജ്, കെൽവിൻ ഡബിൾ ബ്രിഡ്ജ്, സ്കെറിംഗ് ബ്രിഡ്ജ്. ഓപ്ഷൻ ബി, മാക്സ്വെൽ ബ്രിഡ്ജിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ് ആൻഡേഴ്സൺ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആൻഡേഴ്സൺ ബ്രിഡ്ജ് ഈസ് എ ബേസിക്കലി യൂസ്ഡ് ഫോർ ഡാഷ്. എന്തിനു വേണ്ടിയിട്ടാണ് ആൻഡേഴ്സൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്? മെഷർമെന്റ് ഓഫ് കപ്പാസിറ്റൻസ്, മെഷർമെന്റ് ഓഫ് റെസിസ്റ്റൻസ്, മെഷർമെന്റ് ഓഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മെഷർമെന്റ് ഓഫ് വോൾട്ടേജ്. ഓപ്ഷൻ സി, മെഷർമെന്റ് ഓഫ് ഇൻഡക്റ്റൻസിന് വേണ്ടിയിട്ടാണ് ആൻഡേഴ്സൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് സ്കെറിംഗ് ബ്രിഡ്ജ് ഈസ് യൂസ്ഡ് ഫോർ ഡാഷ്. സ്കെറിംഗ് ബ്രിഡ്ജ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ലോ വോൾട്ടേജസ് ഓൺലി, ലോ ആൻഡ് ഹൈ വോൾട്ടേജസ്, ഹൈ വോൾട്ടേജസ് ഓൺലി, ഇന്റർമീഡിയറ്റ് വോൾട്ടേജസ് ഓൺലി. സോ ഓപ്ഷൻ ബി, ലോ ആൻഡ് ഹൈ വോൾട്ടേജസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കെറിംഗ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എ സ്കെറിംഗ് ബ്രിഡ്ജ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ഡാഷ്. എന്തിനു വേണ്ടിയിട്ടാണ്? മെഷറിംഗ് വോൾട്ടേജസ്, മെഷറിംഗ് കറന്റ്സ്, ടെസ്റ്റിംഗ് കപ്പാസിറ്റേഴ്സ്, പ്രൊട്ടക്ടിംഗ് ദ സർക്യൂട്ട് ഫ്രം ദ ടെമ്പറേച്ചർ റൈസസ്. സോ ഓപ്ഷൻ സി, ടെസ്റ്റിംഗ് കപ്പാസിറ്റേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ സ്കെറിംഗ് ബ്രിഡ്ജ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് എ CRO ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ. CRO മീൻസ് കാഥോഡ് റേ ഓസിലോസ്കോപ്പ് അല്ലേ? അത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? CRO എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കൂ. AC വോൾട്ടേജ്, DC വോൾട്ടേജ്, ഫ്രീക്വൻസി, ഓൾ ഓഫ് ദി അബോവ്. അപ്പോൾ നമുക്കൊരു CRO യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ എല്ലാം തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. വോൾട്ടേജ് മെഷർ ചെയ്യാം, വോൾട്ടേജ് AC വോൾട്ടേജ്, DC വോൾട്ടേജ്, ഫ്രീക്വൻസി, കറന്റ്, ഇതെല്ലാം തന്നെ നമുക്ക് ഒരു CRO യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ the technique of adding a precise amount of time between the trigger point and the beginning of the scope sweep is in a CRO is known as.
ഓപ്ഷൻസ് നോക്കൂ. ഫ്രീ റണ്ണിംഗ് സ്വീപ്പ്, ഡിലേഡ് സ്വീപ്പ്, ട്രിഗേർഡ് സ്വീപ്പ്, നോൺ സോ ടൂത്ത് സ്വീപ്പ്. സോ ദ ഓപ്ഷൻ ബി ഡിലേഡ് സ്വീപ്പ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ CRO, a sinusoidal waveform of certain frequency is displayed. The value of the quantity that can be made out by observation is. അപ്പോൾ നമുക്കൊരു സൈനസോയിഡൽ വേവ് ഫോം നമുക്കൊരു ഫ്രീക്വൻസിയുടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അതിന്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ്, ആ ഒരു വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി എങ്ങനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, എടുക്കാൻ പോകുന്നത്? ഓപ്ഷൻസ്: RMS വാല്യൂ ഓഫ് ദ സൈൻ വേവ്, ആവറേജ് വാല്യൂ ഓഫ് ദ സൈൻ വേവ്, ഫോം ഫാക്ടർ ഓഫ് ദ സൈൻ വേവ്, പീക്ക് ടു പീക്ക് വാല്യൂ ഓഫ് ദ സൈൻ വേവ്. അപ്പോൾ ആ ഒരു സൈൻ വേവിന്റെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? പീക്ക് ടു പീക്ക് വാല്യൂ വെച്ചിട്ടാണ്. സോ ദ ഓപ്ഷൻ ഡി പീക്ക് ടു പീക്ക് വാല്യൂ ഓഫ് ദ സൈൻ വേവ് ആണ് നമ്മൾ ആ ഒരു ഫ്രീക്വൻസിയുടെ ആ ഒരു സൈനസോയിഡൽ വേവിന്റെ വാല്യൂ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. A CRO cannot be used for ഡയറക്റ്റ് മെഷർമെന്റ് ഓഫ്. ഒരു CRO നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാനായിട്ട്, ഏതോ ഒരു ക്വാണ്ടിറ്റീനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. അത് ഏതാണ്? നമ്മളൊരു ക്വസ്റ്റ്യനിൽ പ്രീവിയസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തു ഓൾറെഡി. വോൾട്ടേജ്, കറന്റ്, ഫ്രീക്വൻസി ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. എന്നാൽ പവർ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. പവർ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ വാല്യൂസ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറന്റ്. ഈ രണ്ട് വാല്യൂസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പവർ മെഷർ ചെയ്യുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്തത് ഏതാണ്? പവർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ പോയിന്റർ ഓഫ് synchroscope indicates when it is rotating in anti-clockwise direction and when it is rotating in clockwise direction. ഒരു സിൻക്രോസ്കോപ്പ് ക്ലോക്ക് വൈസ് ആയിട്ടോ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടോ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ നോക്കൂ, അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇൻകമിംഗ് മെഷീൻ ഈസ് റണ്ണിംഗ് സ്ലോ. ആന്റി ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ അതിനുള്ള മീനിങ് എന്താണ്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇൻകമിംഗ് മെഷീൻ ഈസ് റണ്ണിംഗ് സ്ലോ ആണ്. എന്നാൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ദ ഇൻകമിംഗ് മെഷീൻ ഈസ് റണ്ണിംഗ് ഫാസ്റ്റർ എന്നാണ് അതിന്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. റേഡിയോ ഫ്രീക്വൻസി ക്യാൻ ബി മെഷേർഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രീക്വൻസി മീറ്റർ? ഏതാണ് ഓപ്ഷൻ വരുന്നത്? വെസ്റ്റേൺ ഫ്രീക്വൻസി മീറ്റർ, ഹൈഡ്രോഡൈൻ ഫ്രീക്വൻസി മീറ്റർ, ഇലക്ട്രിക്കൽ റെസൊണന്റ് ഫ്രീക്വൻസി മീറ്റർ, നൺ ഓഫ് ദി അബോവ്. സോ ദ ഓപ്ഷൻ ബി ഹൈഡ്രോഡൈൻ ഫ്രീക്വൻസി മീറ്റർ ആണ് നമ്മൾ റേഡിയോ ഫ്രീക്വൻസി മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. കപ്പാസിറ്റീവ് പ്രഷർ സെൻസർ ഹാസ് ടിപ്പിക്കൽ മെഷർമെന്റ് അൺസർട്ടനിറ്റി ഓഫ് +or-0.2%, +or-0.4%, +or-0.1% and +or-0.8%. So option A +or-0.2% ആണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത്. ക്വസ്റ്റ്യൻ ആണ്. മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ് സെൻസ് ഡാഷ്. മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്താണ് സെൻസ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ ചേഞ്ചസ്, ഫിസിക്കൽ ചേഞ്ചസ്, കെമിക്കൽ ചേഞ്ചസ് ആൻഡ് ബയോളജിക്കൽ ചേഞ്ചസ്. ദ ഓപ്ഷൻ ബി ഫിസിക്കൽ ചേഞ്ചസ് ആണ് മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ് സെൻസ് ചെയ്യുന്നത്. മെക്കാനിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ് ജനറേറ്റ് ഡാഷ്. എന്താണ് ജനറേറ്റ് ചെയ്യുന്നത്? Similarly, the physical signals are generates. The mechanical transducers sense the physical changes and also generate the physical changes. Okay, so the option C ആണ് നമ്മുടെ 34th ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. 35th next question. Electrical transducers generate dash. അപ്പോൾ ഇലക്ട്രിക്കൽ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്തായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്? സോ ഓപ്ഷൻ ഡി ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വിച്ച് മെറ്റീരിയൽ ഈസ് സ്യൂട്ടബിൾ ഫോർ ദ മാനുഫാക്ചർ ഓഫ് ആർമർ ഇൻ എ സിംഗിൾ കോർ കേബിൾ? ഒരു സിംഗിൾ കോർ കേബിളിൽ ഉണ്ടാവുന്ന ആർമറിനെ മാനുഫാക്ചർ ചെയ്യുന്നതിനുള്ള ബെസ്റ്റ് മെറ്റീരിയൽ ഏതാണ്? സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി നോൺ മാഗ്നറ്റിക് ആൻഡ് കണ്ടക്ടിങ് മെറ്റീരിയൽ. ഒരു മാഗ്നറ്റിക്കും നോൺ മാഗ്നറ്റിക്കും അതുപോലെ തന്നെ ഒരു കണ്ടക്ടിങ് ആയ ഒരു മെറ്റീരിയൽ ആണ് സ്യൂട്ടബിൾ ആയിരിക്കുന്നത്. ഏതിന്? സിംഗിൾ കോർ കേബിളിലെ ആർമറിനെ മാനുഫാക്ചർ ചെയ്യാനായിട്ട്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. What are the advantages of H-type using H-type cables? Okay, H-type cablesന്റെ advantagesകൾ എന്തൊക്കെയാണ് വരുന്നത്? Okay, options നോക്കൂ. The metallic screen assists in a complete impregnation of the cable with the compound. The metallic screens increase the heat dissipating power of the cable. The lead sheets in H-type are thicker than SL-type cable. അല്ലേ? So the option D all of these. So option D ആണ് നമുക്ക് വരുന്ന ആൻസർ. എന്താണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വൈ ആർ ദ ടെർണറി ലെഡ് കേബിൾസ് യൂസ്ഡ് നിയർ ദ റെയിൽവേ ട്രാക്സ്?
എന്തുകൊണ്ടാണ് ഈ ടെർണറി ലെഡ് കേബിൾസ് ആണ് നമ്മൾ റെയിൽവേ ട്രാക്കിന് നിയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് ഓപ്ഷൻസ് നോക്കും? ബിക്കോസ് ദേ ഹാവ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, have a low coefficient of thermal expansion, have low specific gravity and can withstand shocks and vibrations. So option C, have a low specific gravity. അതാണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which one of these not a manually operated switch? മാനുവലി ഓപ്പറേറ്റ് ചെയ്യാത്ത സ്വിച്ച് ഏതാണ്? thumb wheel switch, rotary selector switch, crossbar switch, toggle switch. The option C, crossbar switch ആണ് മാനുവലി ഓപ്പറേറ്റ് ചെയ്യാത്ത സ്വിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, a thumb wheel switch is dash has an operating wheel which has number on it, is an alternative form of rotary switch, requires half the operating torque required in a rotary switch, supports the features A, B, C. അല്ലേ? സോ ഓപ്ഷൻ ഡി, 3 ഫീച്ചേഴ്സും അത് സപ്പോർട്ടിംഗ് ആണ് ഒരു തമ്പ് വീൽ സ്വിച്ച് എന്ന് പറഞ്ഞാൽ. സോ ദ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. The primary function of a fuse is to dash open the circuit, protect the appliance, protect the line, prevent excessive current flow through the circuit. So option D, prevent excessive currents flow through the circuit ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫ്യൂസസ് ഹാവ് ഗോട്ട് അഡ്വാൻറ്റേജസ് ഓഫ് cheapest type of protection, inverse time current characteristics, current limiting effect under short circuit conditions, all of the above. So the option D ആണ് നമുക്ക് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which insulation is most widely used for covering wires or cables used in internal wiring? ഇന്റേണൽ വയറിംഗിലായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന കേബിളുകൾ ഏതാണ്? പേപ്പർ, വുഡ്, ഗ്ലാസ്, PVC. സോ ആൻസർ ഡി, PVC ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് വയറിംഗ് വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ VIR and polyvinyl chloride PVC insulated wires are used as conductors? ഓപ്ഷൻസ് നോക്കൂ, CTS wiring, pleat wiring, lead sheath wiring, conduct wiring. ഓപ്ഷൻസിൽ ബി ആണ് നമ്മുടെ ആൻസർ, പ്ലീറ്റ് വയറിംഗ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കാൻഡില ഇസ് ദ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇന്റൻസിറ്റി, ലൂമിനസ് ഫ്ലക്സ്, വേവ് ലെങ്ത്, നൺ ഓഫ് ദി അബോവ്. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് ആണ് കാൻഡില എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഫ്ലക്സ് ഈസ് ലക്സ്, ലൂമൻ, കാൻഡില, സ്റ്റെറേഡിയൻ. ഓപ്ഷൻ ബി, ലൂമൻ ആണ് നമുക്ക് വരുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇലുമിനേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ cosine of the angle made by the normal to the illuminated surface with the direction of the incident flux. The above statement is associated with Planck's law, Macbeth's law of illumination, Bunsen's law of illumination, Lambert's cosine law. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമുക്ക് വരുന്ന ഓപ്ഷൻ, ലാംബർട്ട്സ് cosine law. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, illumination level required for the precision work is around 50 lm per m square, 100 lm per m square, 200 lm per m square, 500 lm per m square. So option D, 500 lm per m square ആണ് നമ്മുടെ ആൻസർ. ക്വസ്റ്റ്യൻ ആണ്, the light output of fluorescent lamp is around 10 lumens per watt, 20 lumens per watt, 70 lumens per watt, 200 lumens per watt. So option C, 70 lumens per watt ആണ് ഒരു ഫ്ലൂറസെന്റ് ലാമ്പിന്റെ ഏകദേശം ലൈറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, so the last question, the average life of a sodium lamp is around 1000 hours, 2500 hours, 6000 hours and 12000 hours. The option C, 6000 hours ആണ് നമ്മുടെ ഒരു സോഡിയം ലാമ്പിന്റെ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.